വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് വേ ഓഫ് വൈഷ്. ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വന്ന എന്താണെന്ന് വെച്ചാൽ ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം പറയാനായിട്ടാണ്. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഓയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങളായിട്ടുള്ള ടാനിങ് എങ്ങനെ നമുക്ക് കളയണമെന്ന്, അതായത് ബോഡിയിൽ ടാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. കയ്യിലൊക്കെ അടിക്കുന്ന ടാൻ എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും എടുക്കുന്നതൊന്നും അല്ലല്ലേ. ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ കറുത്ത്, ഇപ്പം നമ്മുടെ തൈസിൽ വേറൊരു കളറ്, കയ്യിൽ വേറൊരു കളറ്, അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുമായിരിക്കില്ലേ. അപ്പം നമുക്ക് തന്നെ എങ്ങനെയും മാറ്റണം, എല്ലാവരുടെ ഉള്ളിൽ ഒരു ചിന്തകളൊക്കെ കാണുമല്ലേ. എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പേഴ്സണലി. അപ്പം ഞാനത്, അതായത് ഞാനൊരു ഓയിൽ യൂസ് ചെയ്തു, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ഓയിൽ, അത് യൂസ് ചെയ്തു. എനിക്ക് കിട്ടിയൊരു റിസൾട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ്. പഴയ ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം. ആ ഒരു ഫോട്ടോയിൽ നിന്ന് ഞാൻ ഇത്ര എന്ന് വെച്ചാൽ ഒരുപാട് കളറൊന്നും ഇല്ല കേട്ടോ, എങ്കിലും അതിൽ നിന്ന് ടാനൊക്കെ അത്യാവശ്യം ഒന്ന് മാറിയത് ഈ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു അടിപൊളി റിസൾട്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു മാസം യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ റിസൾട്ട് അമേസിങ് ആണ്. എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് അധികം ലാഗ് അടുപ്പിക്കാതെ പെട്ടെന്നൊന്ന് പോയി കണ്ടിട്ട് വന്നാലോ. ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ്, പിന്നെ അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള ബീട്രൂട്ട്. ഇനി ഇത് രണ്ടും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ചൂടായ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എണ്ണയൊക്കെ നമുക്ക് എത്രത്തോളം വേണ്ടതെന്ന് വെച്ചാൽ അത്രയും എടുക്കാം. ഞാനിവിടെ ഒരു 250 ml ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു പത വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ടും അതിനകത്തോട്ട് ക്യാരറ്റും ഇടാം. ഈ ക്യാരറ്റും ബീട്രൂട്ടും എന്ന് പറഞ്ഞാൽ ഏതൊരു ഫേസ് പാക്ക് പോലും ആയിക്കോട്ടെ, അതിനകത്ത് ഇതിൻ്റെ നീരൊഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തൊന്ന് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു കണ്ടിന്യൂസ് ഏതൊരു പാക്ക് തേച്ചാലും ഒരു 7 days കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. ബീട്രൂട്ടും ക്യാരറ്റും ടാൻ പോവാനും അത്യാവശ്യം സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആയി നിൽക്കാനും അടിപൊളിയാണ്. അങ്ങനെ ഇതെല്ലാം ഒന്ന് തിള വന്നതേണ്ട ഇതുപോലെ പൊങ്ങി വരുന്ന സ്റ്റേജ് ഉണ്ടല്ലോ, ഒന്ന് പതച്ച് പൊങ്ങുന്നത്. അപ്പോൾ ഇത് മൂക്കാറായെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. ഈ സ്റ്റേജ് അല്ല, ഇനി നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ ഇത് കംപ്ലീറ്റ് അങ്ങ് പത പോലാവും. ഈ എണ്ണ അങ്ങ് മണ്ടയ്ക്ക് കംപ്ലീറ്റ് ഇതാണ്ട് ഇതുപോലായി നിൽക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് ഇനി കുറച്ചുകൂടെ മൂക്കാനുള്ളൂ എന്നുള്ളൊരു സൈനാണ് ഇത്. ഇത്രയും ഒന്ന് പാകമായി സെറ്റായെന്ന് ഉറപ്പ് വരുമ്പോഴത്തേക്ക് നമ്മളിനകത്തോട്ട് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ്. അത് ഞാൻ 2 സ്പൂൺ ഇടുന്നുണ്ട്. ഇതിനകത്ത് ഒന്നായിട്ടേ കാണിക്കുന്നുള്ളൂ. അത് മിക്സ് ചെയ്തതിന് ശേഷം ചട്ടിക്കകത്ത് തന്നെ വെച്ച് തണുത്തതിന് ശേഷം അരിച്ചെടുക്കണം. ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളി സാധനമാണ്. ടാനൊക്കെ മാറും, നമ്മുടെ സ്കിൻ അത്യാവശ്യം ഗ്ലോ ആവാനും ഒക്കെ താണ്ട് ഈ ഒരു സാധനം മതി. ഇനി ഇതെങ്ങനെയൊക്കെയാണ് തേക്കേണ്ടതെന്ന് കാണിച്ചു തരാം. കുളിക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും ഇത് ബോഡിയിൽ തേച്ചിട്ട് കുളിക്കുമ്പോൾ അങ്ങ് കഴുകി കളഞ്ഞാൽ മതി. അധികം പാടൊന്നുമില്ല. ഒരു 15 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ ബോഡി ആയിട്ടാകുമ്പോഴത്തേക്കും നമ്മൾ സോപ്പൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്കും പോകാനുള്ളതേ ഉള്ളൂ. ഈ പാക്കൊക്കെ ഡെയിലി തേക്കുന്നതിനൊക്കെ നല്ലതല്ലേ ഗൈസ്. ഇതുപോലൊക്കെ എന്തെങ്കിലും ഉണ്ട്. പാക്ക് തേച്ച് ഡെയിലി 15 മിനിറ്റ് നിൽക്കുക, അതൊരു കണ്ടിന്യൂസ് 7 days യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടി. അത് കഴിഞ്ഞ് വീക്കിൽ 2 യൂസ് ചെയ്തു. ഇപ്പോൾ കയ്യിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കത് അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതുപോലൊക്കെയുള്ള ഒരു ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഡെയിലി ഒരു 15 മിനിറ്റ് തേച്ച് നിന്ന് നമ്മൾ എണ്ണീക്കുമ്പോൾ തന്നെ പല്ല് തേക്കുമ്പോഴൊക്കെ തന്നെ ഒന്ന് ഫ്രഷ് ആകുമ്പോൾ ഇതങ്ങ് ബോഡിയിൽ തേച്ചിട്ട് രാവിലെ തന്നെ കുളിക്കുമ്പോൾ അങ്ങ് കഴുകി കളഞ്ഞാൽ മതി. അങ്ങനെ പ്രത്യേകിച്ച് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ കിട്ടില്ല. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.